നമസ്കാരം. 28/11/2025 ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്ന മനോഹരമായ രണ്ട് വാർത്തകളിലെ രണ്ട് വ്യക്തികൾ. ആരാണത്? ഒന്ന് അർച്ചന മോളും ഒന്ന് കാജളും. എല്ലാവരും ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. ഈ അർച്ചന മോള് എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയാണ്. ഒരു സാധാരണ കൂലിപ്പണിക്കാരന്റെ മകളാണ്. അന്നന്നത്തെ വക കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കൂലിപ്പണിക്കാരന്റെ മകൾ. ആ മകൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു ഡോക്ടറുടെ സ്ഥാനത്താണ്. തന്റെ നാട്ടിൽ ഒരു ഡോക്ടർ ഇല്ല. തന്റെ അനുജത്തി സ്കൂളിൽ പോകുമ്പോ ഡോക്ടറുടെ അനുജത്തി വരുന്നു എന്ന അഭിമാനത്തോടു കൂടി പറയണം എന്നൊക്കെ ലളിതമായി ചിന്തിക്കുന്ന ഒരു നല്ല മകള്. കൂലിപ്പണിക്കാരന്റെ മകളുടെ അതിമോഹമാണെന്ന് പറഞ്ഞവർക്ക് കൊടുത്ത മധുരമായ പ്രതികാരം കൂടിയായിരുന്നു കേട്ടോ. നാട്ടുകാരിൽ കുറെ ആൾക്കാരുടെ സപ്പോർട്ടും നല്ല അധ്യാപകരായ കുറെ അധ്യാപകന്മാരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. പലപ്പോഴും പല അധ്യാപകരുമാണ് ആ കുട്ടിയെ സഹായിച്ചത്, ഫീസ് കൊടുക്കാനും പഠിക്കാനുമുള്ള പ്രചോദനം നൽകി. അതുകൊണ്ട് അധ്യാപകർ നല്ലവരാണ് എങ്കിൽ ഏത് കുട്ടികളും തളച്ചു വളരും എന്നുള്ളതാണ്. പണമല്ല അവിടെ പ്രധാനം. ഇനി കാജൾ ആരാണ്? വിധിയോട് പൊരുതി നേടിയ വിജയം. കാജലിന് ഡിഫൻസിൽ അഡ്മിനിസ്ട്രേറ്റീവായി നിയമനം കിട്ടിയിട്ട് പോലും തനിക്കൊരു കളക്ടർ ആവണമെന്നുള്ള മോഹത്തോടു കൂടി പഠിച്ചു. ആദ്യ സെറ്റിൽ തന്നെ സിവിൽ സർവീസിലെത്തി. ഇനി കാജലിന് വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് മാതൃകയാകാൻ പറ്റും കാജലിന്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കൈകൾ ഉണ്ടായിട്ടും ഒരുപാട് പണം ഉണ്ടായിട്ടും പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടും ആ പണമൊക്കെ കൊണ്ടുപോയി ദൂർത്തെടുത്തിട്ട് ലഹരിക്കും മറ്റും അടിമകളായി ജീവിക്കുകയും രണ്ട് കൈകൾ ഉണ്ടായാലും കോപ്പി അടിച്ച് പരീക്ഷ എഴുതി മാർക്ക് കാണിച്ച് സർട്ടിഫിക്കറ്റ് നേടി വീട്ടുകാർക്കും നാട്ടുകാർക്കും മുമ്പിൽ ഞെളിഞ്ഞു നടക്കുന്ന കുട്ടികൾക്ക് മാതൃകയാണ്. കാരണം കാജലിന് ഒരു ഒറ്റ കയ്യേ ഉള്ളൂ. ആ ഒരൊറ്റ കൈ കൊണ്ടാണ് ആ മോള് പൊരുതി നേടിയ വിജയം. അപ്പോ ഈ രണ്ടു മക്കളെയും സോഷ്യൽ മീഡിയ എത്രത്തോളം കണ്ടു എന്നെനിക്കറിയത്തില്ല. ഈ രണ്ടു മക്കളെയും മാതൃകയാക്കിക്കൊണ്ട് മറ്റു കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് ഈ മക്കളെ. എന്തു തന്നെയായാലും പ്രിയപ്പെട്ട അർച്ചന മോൾക്കും കാജൽക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇബ്രിയിൽ നിന്നും കുയിൽ നിസാർ. ബൈ.